friends, students. നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇപ്പൊ ക്യാരക്ടർ സ്കെച്ച് ആണ് ആൻഡ് അത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സിറാങ് ഓഫ് റെനഗൻജി എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഹസന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. അപ്പൊ ക്യാരക്ടർ സ്കെച്ച് എഴുതാന്ന് പറഞ്ഞുകൊണ്ടല്ല അധികം ചോദിക്കാറുള്ളത്, റൈറ്റപ്പ് എഴുതാന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് എഴുതാം. ഓക്കെ, സോ ക്യാരക്ടറിനെ പറ്റി ഇതാ ക്യാരക്ടർ ഓഫ് ഹസനെ പറ്റിയിട്ട് എഴുതാ. ഇതാ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹസന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്ത് ചോദിച്ചാലും ഇവിടെ എഴുതേണ്ടത് എന്താണ്? ഹസന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടാണ്. സോ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫോമാറ്റ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലോട് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്തു. ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമുക്ക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എഴുതാം. പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ സ്വഭാവ സവിശേഷതകളാണ് അല്ലെ. ഇപ്പൊ ഹസൻ ആണെങ്കിൽ വളരെ കൈൻഡ് ആണ്, ഹി ഹെൽപ്പ് പീപ്പിൾ സെൽഫ്ലെസ്ലി അല്ലെ, സ്വന്തം കാര്യം പോലും നോക്കാതെയാണ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ സ്വഭാവം പറയുന്നതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയാം. ഇനി ആ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇപ്പൊ ഹസന്റെ കേസിലാണെങ്കിൽ ഹസൻ പഞ്ചാബിൽ നിന്നാണ് വരുന്നത്, ഒരു മുസ്ലിം ആണ്, ആരുമില്ല അല്ലെ, സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. ഈ കാര്യമൊക്കെ അദ്ദേഹത്തിന്റെ ബാക്ക് സ്റ്റോറിയാണ്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഹൗ ദേ ചേഞ്ച്ഡ് ഓർ ഇവോൾവ്, അപ്പൊ ആ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് ആ ഒരു സ്റ്റോറിയിൽ, അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഹസന്റെ കേസിലാണെങ്കിൽ തുടക്കത്തിൽ വെറും ഒരു സിറാങ് എന്ന നിലയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹസനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്കൊക്കെ ആകുമ്പോൾ ഹസൻ അത്രയും അടിപൊളിയായിട്ട് എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് ഒരു നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പിയർ ചെയ്യുന്നുണ്ട് അല്ലെ. സോ ആ ഒരു കാര്യം, ആ ഒരു ക്യാരക്ടറിന്റെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ദെയർ ഇമ്പാക്ട് ദോസ് അറൗണ്ട്, ആ ഒരു ക്യാരക്ടർ മറ്റു ക്യാരക്ടേഴ്സിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. ഇപ്പൊ ജോബ് സ്മിത്തിന് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ്, ആ ഒരു കാര്യം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇനി മറ്റ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റ് ക്രൂ മെമ്പേഴ്സിനൊക്കെ അവൻ ഹെൽപ്പ് ചെയ്യുന്ന രീതി, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ആ ഒരു ക്യാരക്ടർ മറ്റ് ക്യാരക്ടേഴ്സിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. ഇനി അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് വരാം. ഇപ്പൊ ഹസന്റെ കേസിൽ ഫിസിക്കൽ ഫീച്ചർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ, അത് നന്നായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റോറിയിൽ. ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള അഗ്ലി ഫേസ് ഉള്ള ഒരാളായിട്ടൊക്കെയാണ് പറയുന്നത്. സോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. പിന്നെ അതുപോലെ കൂടുതൽ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നൗണിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ. ഇപ്പൊ ടെക്സ്റ്റിൽ തന്നെ ഉണ്ടാവും ആ ഒരു ക്യാരക്ടറിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ ഉണ്ടാവും, അഡ്ജക്റ്റീവ്സ് ഉണ്ടാവും. അത് കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വളരെ ക്ലിയർ ആൻഡ് കൺസൈസ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. ക്ലിയർ ആയിരിക്കണം ആൻഡ് ഷോർട്ട് ആയിരിക്കണം. റെഡി? ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ചോദിച്ചാൽ സിറാങ് ഓഫ് റെനഗൻജി എന്നുള്ള ചാപ്റ്ററിന് ഫുൾ സമ്മറി എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല. ഇതേപോലെ ആ ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ സ്കെച്ച് എഴുതാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏത് ചാപ്റ്ററിൽ നിന്നാണ്, ഏത് ചാപ്റ്ററിലെ ക്യാരക്ടർ ആണ്, മെയിൻ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ കൂടുതൽ എന്ത് ചെയ്യുക, ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ക്യാരക്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ സ്റ്റോറി മൊത്തം എന്ത് ചെയ്യരുത്, സമ്മറി പോലെ എഴുതി വെക്കരുത്. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗുഡ് ക്യാരക്ടർ, ഒരു നല്ല ക്യാരക്ടർ വന്നാൽ എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു കോമൺ ഫോമാറ്റ്. ക്യാരക്ടറിന്റെ നെയിമും അവരുടെ റോളും അവരുടെ സ്വഭാവങ്ങളും ഒക്കെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പോയിന്റ്സ് പഠിച്ചു വെച്ചിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാറ്റ്, ഒരു നല്ലൊരു ക്യാരക്ടർ, ഒരു ഗുഡ് ക്യാരക്ടർ വന്നാൽ എങ്ങനെ എഴുതണം, അതുപോലെ ഒരു ബാഡ് ക്യാരക്ടർ വന്നാൽ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് കിട്ടുമ്പോൾ വായിച്ചു നോക്കട്ടെ. അപ്പൊ താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റീന്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ട്സ് കിട്ടും. അപ്പൊ ഇവിടെ ഹസന്റെ ക്യാരക്ടർ സ്കെച്ച് മീൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുക, ഉറപ്പായിട്ടും പഠിച്ചു പോവുക. ഇനി ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കുറുക്ക് വഴി, ഉടായ്പ വഴി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഗുഡ് ക്യാരക്ടറും ബാഡ് ക്യാരക്ടറും വന്നാൽ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാൻ നോട്ട് കിട്ടുമ്പോൾ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോവാം. As the title implies, Hasan is the protagonist in Dr. A.J. Cronin's story, The Sirang of Renegenji. അപ്പോൾ ഹസൻ എന്നുള്ള ക്യാരക്ടർ എന്താണ്? യെസ്, A.J. Cronin എഴുതിയിട്ടുള്ള The Sirang of Renegenjiയിലെ സിറാങ് ആണ്. He is a squat and unattractive. സ്ക്വാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അൺഅട്രാക്റ്റീവ് ആണ്. വിത്ത് ഷോർട്ട് ലെഗ്സ് ആൻഡ് എ ഹ്യൂജ് ഓവർസൈസ് ഹെഡ്. അപ്പൊ അവരുടെ അപ്പിയറൻസ് നമ്മൾ പറഞ്ഞു അല്ലെ, ഷോർട്ട് ലെഗ്സ് ആണ്, വലിയ തലയാണ്. And as a result, Job Smith refers to him as an absurdly comic creature. അപ്പോൾ ജോബ് സ്മിത്ത് എന്താണ് നമ്മുടെ ഹസനെ മെൻഷൻ ചെയ്യുന്നത്? അബ്സേർഡ്ലി കോമിക് ക്രീച്ചർ എന്നാണ്
മെൻഷൻ ചെയ്യുന്നത്? ഹി ഈസ് ദ ഷിപ്സ് ക്വാർട്ടർ മാസ്റ്റർ ഇൻ ചാർജ് ഓഫ് ദ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ബാഗേജ്. ഓക്കെ, അപ്പൊ ഷിപ്പിലെ ക്വാർട്ടർ മാസ്റ്റർ ആണ്. ബാഗേജ് അല്ലെങ്കിൽ ഈ ലോഡ് എടുക്കുന്ന ആൾക്കാരുടെ പണിയാണ് അല്ലെ, ബാഗേജ് എന്ത് ചെയ്യാം, കയറ്റി വെക്കുന്നതും ഇറക്കി വെക്കുന്നതും ഒക്കെ ആളുടെ ജോലിയാണ്. ആൻഡ് ഹി ഹെയിൽസ് ഫ്രം പഞ്ചാബ് ആണ് കേട്ടോ. ആൻഡ് ഹൗവർ he has no home, family or friends on land, having spent the last 40 years of his life aboard various ships. Okay, so വീടില്ല, ഫാമിലി ഇല്ല, ഫ്രണ്ട്സും ആരും തന്നെ ഇല്ല. ആൻഡ് ലാസ്റ്റ് 40 years 40 വർഷം എവിടെയാണ് സ്പെൻഡ് ചെയ്തത്? ആ ഷിപ്പിൽ തന്നെയായിരുന്നു. ആൻഡ് ഹി ഹാസ് ബീൻ വർക്കിംഗ് ഓൺ ദ റെനഗഞ്ചി ഫോർ 15 years. 15 വർഷമായിട്ട് റെനഗഞ്ചിയിലുമാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഹി ഈസ് എ ഡിവോട്ട് മുസ്ലിം, ഒരു മുസ്ലിം ആണ്. ആൻഡ് വെൻ സ്മോൾ പോക്സ് ഈസ് ഡിസ്കവേർഡ് ഓൺ ദ പാക്ക് ഷിപ്പ്, ഹസൻ വളണ്ടിയേഴ്സ് ടു അസിസ്റ്റ് ദ ഓദർ ഹു ഈസ് ഓൾസോ ദ ഷിപ്സ് ഫിസിഷ്യൻ. അപ്പോൾ സ്മോൾ പോക്സ് വരുന്ന സമയത്ത് AJ ക്രോണിൻ, ഒരു ഷിപ്പിലെ ഡോക്ടർ ആയിരുന്ന AJ ക്രോണിനെ അസിസ്റ്റ് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് ഹസനാണ്. ആൻഡ് വൈൽ സെൻഡിങ് ഹിം ടു ദ ഡോക്ടർ, ക്യാപ്റ്റൻ ഹാംബ്ലെ അക്കോർഡ്സ് ഹിം ദ ഹയസ്റ്റ് കോംപ്ലിമെന്റ് പോസിബിൾ ബൈ ഡിക്ലെയറിംഗ് ഹിം ടു ബി ദ ഫൈനസ്റ്റ് മാൻ ഹി ഹാസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ഹസനെ വിശേഷിപ്പിക്കുന്നത് എന്താ? ഫൈനസ്റ്റ് മാൻ, ഏറ്റവും മികച്ച, ഏറ്റവും നല്ലൊരു വ്യക്തി എന്നാണ് കേട്ടോ. ഹസൻ ഈസ് എ മാൻ ഹൂ ഈസ് എ മാൻ ഓഫ് ഫ്യൂ വേർഡ്സ്. അധികം സംസാരിക്കില്ല. മാൻ ഓഫ് ഫ്യൂ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചേ സംസാരിക്കുകയുള്ളൂ. ഹി പോസസ് എ ക്വയറ്റ് എഫിഷ്യൻസി ആൻഡ് അൺകാനി എബിലിറ്റി ടു സോൾവ് ഡിഫിക്കൽട്ടീസ് ഫാസ്റ്റ് അല്ലേ. അപ്പോൾ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസാധാരണമായിട്ടുള്ള, അൺകാനി എന്ന് പറഞ്ഞാൽ എന്താ? അസാധാരണമായ, നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിലും അധികം കഴിവ് ആർക്കുണ്ട്? ഹസൻ ഉണ്ട്. ആൻഡ് when they run out of space on the crowded ship to isolate the ill, he advises building a shelter on the afterdeck safely away from the other passengers. അപ്പോൾ അവർക്ക് സ്ഥലം, ഈ ഒരു അസുഖം ബാധിച്ച ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തപ്പോൾ ആഫ്റ്റർ ഡെക്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഷെൽട്ടറും ഒക്കെ ഒരുക്കുന്നതാണ് നമ്മുടെ ഹസനാണ്. ഓക്കെ, ആൻഡ് ഹസൻ ഈസ് എ മാൻ ഓഫ് ഗ്രേറ്റ് കമ്പാഷൻ. എല്ലാവരോടും ഭയങ്കര അനുകമ്പയുള്ള ആളാണ് ഹസൻ. ആൻഡ് ഈവൻ തോ ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ഹിസ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ഹി വളണ്ടിയേഴ്സ് ടു പെർഫോം ദ ഡേഞ്ചറസ് ടാസ്ക്. ഓക്കെ, സോ അവന്റെ ജോബിന്റെ പാർട്ടല്ല ഈ ആൾക്കാരെ ശുശ്രൂഷിക്കുക എന്നുള്ളത്, പക്ഷെ എന്നാലും സെൽഫ്ലെസ്ലി ഹി ഡസ് ദാറ്റ് ജോബ്. ആൻഡ് വെൻ ദ ഡോക്ടർ ക്വസ്റ്റൻസ് ഹിം, ഹി സേസ്, ഡു നോട്ട് വെറി ഡോക്ടർ സാഹേബ്, ഐ ആം സ്ട്രോങ് ആൻഡ് ഇറ്റ് ഈസ് മൈ വർക്ക് ടു. ഓക്കെ, അപ്പൊ ഡോക്ടറിന് വരെ ആ ഒരു കൺസേൺ വരുമ്പോഴും അവൻ പറയുന്നത് എന്താ? എനിക്കൊരു കുഴപ്പമില്ല, എന്നെ പറ്റി വിഷമിക്കേണ്ട, ഞാൻ സ്ട്രോങ് ആണ്, എനിക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുള്ള ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. When he carries a man with bleeding sores with his own hands in Colombo, the Serang's black cheeks are drenched with tears of sympathy. അപ്പൊ വളരെ സിമ്പതി നിറഞ്ഞ അല്ലെങ്കിൽ ഒരു എംപതി നിറഞ്ഞ ആളാണ്. കൊളംബോയില് ഈ രോഗികളെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന സമയത്ത് കരഞ്ഞു പോകുന്നുണ്ടല്ലോ, ആ ഒരു സങ്കടം, സഹതാപം കൊണ്ട്. അത്രയും മനസ്സിൽ സ്നേഹമുള്ള ഒരാളാണ് നമ്മുടെ ഹസൻ. ആൻഡ് ഹി ഡെമോൺസ്ട്രേറ്റ് ആൻ അൺമിസ്റ്റേക്കബിൾ സിൻസിയറിറ്റി ആൻഡ് ഈവൻ ഇൻ ദ മോസ്റ്റ് ടെൻസ് സിറ്റുവേഷൻസ് ദ സെറാങ് റിമെയിൻസ് കാം ആൻഡ് അൺഫേസ്ഡ്. ആൻഡ് ദ ഡോക്ടർ റിക്കോൾസ് വിത്ത് അപ്രിസിയേഷൻ ദ ഹോപ്പ് ആൻഡ് റിന്യൂഡ് ഹാർട്ട് ആൻഡ് ദ പീസ് ഹി റിസീവ് ഫ്രം ഹസൻസ് മിയർ പ്രസൻസ്. അപ്പൊ എല്ലാവരും ആരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്? ഹസനെ ഈ ഒരു അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട് ഡിസ്റ്റിങ്വിഷസ് ഹിം ഫ്രം ദ കോമൺ മാൻ ഈസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി. അതെന്തായാലും പറയണം കേട്ടോ. ഡിസ്റ്റിങ്വിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യസ്തനാക്കുന്നത് എന്താണ് നമ്മുടെ ഹസനെ? ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി. പണത്തിനോടൊന്നും അത്യാർത്തി ഇല്ലാത്ത ഒരാളാണ്, ഉള്ളത് വെച്ച് ജീവിച്ചു പോവുക എന്നുള്ള മനസ്സുള്ള ഒരാളാണ് നമ്മുടെ ഹസൻ. അതെന്തായാലും മെൻഷൻ ചെയ്യണേ. When the doctor advises that he is entitled to additional compensation, he responds, "What good is money, Dr. Sahib, to someone who has all he needs?" Okay, ഈ ഒരു ഡയലോഗ് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ പണം ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ എല്ലാം ഉള്ള ഒരാൾക്ക് എന്തിനാണ് ഇത്രയും പണം എന്നാണ് ആര് ചോദിക്കുന്നത്? ഹസൻ ചോദിക്കുന്നത്. സോ ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ ദ വേ ഐ ആം എന്നാണ് പറയുന്നത് കേട്ടോ. ഹി വാസ് അൺഇൻട്രസ്റ്റഡ് ഇൻ മണി ആൻഡ് ഹി പൊസസ് ഫോർട്ടിറ്റ്യൂഡ്, സെൽഫ് കൺട്രോൾ ആൻഡ് ട്രസ്റ്റ്. ഇതുപോലെയുള്ള കുറച്ച് അഡ്ജക്റ്റീവ്സ്, വേർഡ്സ് ഒക്കെ പഠിച്ചു പോവാം. അപ്പം വളരെ അധികം വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് ആൻഡ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് ആര്? നമ്മുടെ ഹസൻ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് എൻഡ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എന്തായാലും ഈ പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹസന്റെ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. നോട്ട് കിട്ടാൻ വേണ്ടി താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് ഉണ്ട്, അതിലേക്ക് നോട്ട് വരുന്നതാണ്. സോ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, സോ ലവ് യു ആൾ ദ ബെസ്റ്റ്, ബൈ.